വശങ്ങൾ യഥാക്രമം 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ എക്സെട്ര 10 സെൻറ്റിമീറ്റർ ആയ സമചതുരങ്ങളുടെ പരപ്പളവുകളുടെ തുക കാണുക. നമുക്കിവിടെ 10 സമചതുരങ്ങളാണുള്ളത്. ആദ്യത്തെ സമചതുരത്തിൻ്റെ വശം 1 സെൻറ്റിമീറ്റർ, അടുത്ത സമചതുരത്തിൻ്റെ വശം 2 സെൻറ്റിമീറ്റർ, അടുത്ത സമചതുരത്തിൻ്റെ വശം 3 സെൻറ്റിമീറ്റർ, അങ്ങനെ 10 സമചതുരങ്ങളാണ്. അവസാനത്തെ സമചതുരത്തിൻ്റെ വശം 10 സെൻറ്റിമീറ്റർ. നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പരപ്പളവുകൾ കാണുക, അതായത് വിസ്തീർണങ്ങൾ കാണുക, എന്നിട്ട് കൂട്ടുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സമചതുരത്തിൻ്റെ വിസ്തീർണം കാണാൻ സൂത്രവാക്യം എന്താ? സമചതുരത്തിൻ്റെ പരപ്പളവ് കാണാൻ സൂത്രവാക്യം A², അതായത് വശത്തിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സമചതുരത്തിൻ്റെ വിസ്തീർണം കാണുക. ഒന്നാമത്തെ സമചതുരത്തിൻ്റെ വശം എത്രയാണ്? 1 ആണ്. അപ്പോൾ വിസ്തീർണം എത്രയാണ്? വശം സ്ക്വയർ 1². അടുത്ത സമചതുരത്തിൻ്റെ വശം എത്രയാണ്? 2. അപ്പോൾ അതിൻ്റെ വിസ്തീർണം എന്ത് വരും? 2². അടുത്ത സമചതുരത്തിൻ്റെ വശം 3 ആണ്, അതിൻ്റെ വിസ്തീർണം 3². അതുപോലെ അടുത്തത് 4². അങ്ങനെ അവസാനത്തെ സമചതുരത്തിൻ്റെ വശം എത്രയാണ്? 10 ആണ്, അതിൻ്റെ വിസ്തീർണം 10². നമ്മൾ എന്ത് ചെയ്തു? എല്ലാത്തിൻ്റെയും 10 സമചതുരങ്ങളുടെയും വിസ്തീർണങ്ങൾ എഴുതി വെച്ചു. ഇനിയോ ഈ പരപ്പളവുകളുടെ അല്ലെങ്കിൽ വിസ്തീർണങ്ങളുടെ തുക കാണണം. അപ്പോൾ 1² പ്ലസ് 2² പ്ലസ് 3² പ്ലസ് 4² പ്ലസ് എക്സെട്ര പ്ലസ് 10² കാണണം. ഇത് എന്താണ്? ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയാണ് നമുക്ക് കാണേണ്ടത്. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക കാണണം. അതിൻ്റെ സൂത്രവാക്യം എന്താ? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക സൂത്രവാക്യം n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. ഇത് വില കൊടുക്കുക. n ആണ്. എത്ര എണ്ണാണ്? 10 ഇൻറ്റു n. അപ്പോൾ n 10 ആണെങ്കിൽ n പ്ലസ് 1 10 11 ഇൻറ്റു 2n പ്ലസ് 1. അപ്പോൾ 2 ഇൻറ്റു 10 പ്ലസ് 1, 2 ഇൻറ്റു 10 21, 21/6. നമുക്കിത് സിംപ്ലിഫൈ ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? ഇത് 2 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ I 2 10 3 2 6. ഈ 3ഉം 21 കൂടി 7 3 21. ഇനി 5 ഇൻറ്റു 7 35 ഇൻറ്റു 11, 35 ഇൻറ്റു 11. 11 കൊണ്ട് ഗുണിക്കുമ്പോൾ എളുപ്പവഴി എന്താ? ഈ 5 ആദ്യം ഇടുക, ഈ 5ഉം 3ഉം കൂടി കൂട്ടുക 8, ഈ 3 ഇവിടെ ഇടുക. ഉത്തരം 385 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഉത്തരം.